ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഊട്ടിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഊട്ടി ചുറ്റിക്കറങ്ങാനായിട്ട് പോവാണ് ഗൈസ്. അതിനു മുന്നേ തന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഹോട്ടലിൽ കയറി മീൽസ് എല്ലാം കഴിച്ചിട്ട് നേരെ നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ പോവാണ് ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് ഒരു ചെറിയ ട്രെയിൻ കിടക്കുന്നത്, പിന്നെ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞ് അതിൽ കയറി ഗൈസ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു മോമോസും നൂഡിൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ട്രെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഈ വാക്യത്ത് നിന്ന് പുറത്തിറങ്ങിയതും അവർ കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് വീണ്ടും അത് റിട്ടേൺ എടുത്ത്, സത്യം പറഞ്ഞാൽ ഇത് വെറുതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. 60 രൂപ വേസ്റ്റ് ആയെന്ന് വേണം പറയാം. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് അപ്പു ടോട്ടോ വെക്കാൻ സ്ഥലം കണ്ടുപിടിച്ച് ഗൈസ്. പിന്നെ അപ്പുകുട്ടൻ ടോട്ടോ വെച്ചോണ്ടിരുന്നപ്പോഴാണ് ആ ദിനുമൊന്നും ടോട്ടോ വെച്ച്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് 4D കാണാനായിട്ടായിരുന്നു. 4D കണ്ടിറങ്ങി നമ്മൾ നേരെ പോയത് ബോട്ടിൽ കയറാനായിട്ടായിരുന്നു. ബോട്ട് കുറച്ച് മൂവ് ആവാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്റെ പല്ലെല്ലാം കൂട്ടിയിടിക്കാൻ തുടങ്ങി ഗൈസ്. അത്രയ്ക്ക് തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറയുമ്പോൾ 13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് തണ്ടർ വേൾഡിലോട്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. 1900-ലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ ക്യാമറ കൊണ്ടുവരണത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ക്യാമറാസ് ആണ് ഈ കാണുന്ന ഇത്രയും. അടുത്തതായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് സ്നോ വേൾഡിലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഷൂസ് ഒക്കെ ഇട്ട് ഗ്ലൗസ് ഒക്കെ വാരി ഇട്ടിട്ട് നേരെ അകത്തോട്ടൊക്കെ കയറി ഗൈസ്. അങ്ങനെ കുറെ നേരം ഇവിടെ നിന്ന് ചവിട്ടി തൊളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ട്യൂബ് റൈഡ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും നോക്കില്ല, നേരെ അതിലോട്ട് അങ്ങ് വലിഞ്ഞു കയറി. അല്ലെങ്കിലും നമുക്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ പണ്ടൊരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ കുറച്ചു നേരം നിന്ന് ഞാൻ മഞ്ഞൊക്കെ വാരി കളിച്ചതിന് ശേഷം ദിനോസർ വേൾഡിലോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിലിരിക്കണം, വലിയ വലിയ ദിനോസറിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്കൾട്ടൺ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നേരെ വന്നത് നമ്മൾ ഇലക്ട്രിക് കാർ ഓട്ടിക്കാനായിരുന്നു. പിന്നെ എല്ലാരും ഇടിച്ചങ്ങ് മറിച്ചിട്ട് നേരെ 70 കാണാനായിട്ട് പോയി ഗൈസ്. അങ്ങനെ 70 കാണാനായിട്ട് ഞങ്ങൾ കണ്ണാടി ബെൽറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടിയിൽ കയറാൻ വേണ്ടി പോയപ്പോഴാണോ നല്ല പൊരിച്ച മീനിന്റെ മണം. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണോ ഒരു ചേട്ടൻ നിന്ന് മീൻ പൊരിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, അതും വാങ്ങിയിട്ടുണ്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ കുപ്പണ്ണ റെസ്റ്റോറന്റിൽ വന്ന് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.